അതിന് സഹായകരമായ വേദഭാഗങ്ങളൊക്കെ ഇന്ന് നാം വായിച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് രണ്ടാം ഭാഗമായിട്ട് പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗമാണ്. അത് യോഹന്നാനുണ്ടായ വെളിപാട് 22-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദി അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകും. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിൽ പുതിയ യെരൂശലേമിന്റെ പൗരത്വം ഉള്ളവരായി ഈ കാലങ്ങളിൽ ദർശനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയുടെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ ഡോക്ടർ സി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാനായിട്ട് ഇടയായിരുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്കൂളിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഏർപ്പെട്ട രാധാകൃഷ്ണൻ സാർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിൽ എത്ര പേര് വിമാനത്തിൽ കയറിയിട്ടുണ്ട്? ആ ക്ലാസ്സിൽ ഒരാൾ മാത്രം കൈ ഉയർത്തി, വിമാനത്തിൽ കയറിയിട്ടുണ്ട്. കുറച്ചുകൂടെ അദ്ദേഹം ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഉപഗ്രഹത്തിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ചില നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു കുട്ടി കൈ ഉയർത്തി. അവൻ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, ഏത് ഉപഗ്രഹത്തിലാണ് നീ പോയിട്ടുള്ളത്? അവൻ പറഞ്ഞു, ഭൂമി എന്ന ഗ്രഹത്തിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കവറി ചാനലിൽ ശ്രദ്ധിച്ചിട്ടുള്ള ആ കുഞ്ഞ് പറയുകയാണ്, ഞാൻ ഭൂമി എന്ന ഗ്രഹത്തിൽ യാത്ര ചെയ്തു. അങ്ങനെയാണെങ്കിൽ സാർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ഈ ഗ്രഹത്തിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഉപഗ്രഹത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കും? വാട്ട് ഷുഡ് ബി യുവർ റെസ്പോൺസിബിലിറ്റി? അപ്പോൾ ഈ കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ഒരു ഉപഗ്രഹത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ. അതുകൊണ്ട് ലഭിക്കുന്ന ഭക്ഷണം, വെള്ളം, കിടക്ക സൗകര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കൂടെ കരുതി വേണം ഏറ്റെടുക്കാൻ. പരിസ്ഥിതി ദിനവുമായി നാം ഇന്ന് ഈ ഞായറാഴ്ച ആചരിക്കുന്ന സമയത്ത് നാം എല്ലാവരും വാസ്തവത്തിൽ ഈ ഒരു ഉപഗ്രഹത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ പുതിയ ദർശനത്തോടുകൂടെ ഈ യാത്ര നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൂടെ സൂക്ഷിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൂടെ നൽകാൻ തക്കോണമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യാത്രയിലാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. അത്തരത്തിലുള്ള ഒരു പുതിയ ദർശനത്തെ നൽകുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വെളിപാട് പുസ്തകം 21, 22 അധ്യായങ്ങളൊക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഒരു പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമുള്ള ദൈവിക ദർശനം യോഹന്നാൻ അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തിന് നൽകുകയാണ്. 21ാമത്തെ അധ്യായത്തിനകത്ത് നാം വായിക്കുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് പുതിയ യെരൂശലേം എന്ന നഗരമുള്ളത്. നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉള്ള ആ ദേശത്ത് അല്ലെങ്കിൽ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മണവാട്ടിയെ പോലെയാണ് പുതിയ യെരൂശലേം എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ
പുതിയ ആകാശവും പുതിയ ഭൂമിയിലുമുള്ള പുതിയ യെരൂശലേമിലെ ഒരുപാട് കുഴപ്പങ്ങളെ കുറിച്ച് 21-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നുണ്ടെങ്കിൽ 22-ാമത്തെ അധ്യായത്തിനകത്ത് അതിന് നേരെ കോൺട്രഡിക്ടറി ആയിട്ട് ഈ പുതിയ യെരൂശലേമിലുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തിന് ഈ ലേഖനത്തിലൂടെ നൽകുന്ന ദർശനം. എന്താണ് വിശ്വാസ ദർശനം? വിശ്വാസികൾ കടന്നു പോകുന്ന ജീവിത പരിസരം എന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് പുതിയ യെരൂശലേമിന്റെ പ്രത്യേകതയെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് യോഹന്നാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തു വിശ്വാസികൾക്ക് ഏറെ പെർസിക്യൂഷൻ അനുഭവിക്കേണ്ടതായിരുന്നു. വളരെയധികം പീഡനം അനുഭവിക്കേണ്ടി വന്നു. ആ പീഡനം അനുഭവിക്കാനായിട്ടുള്ള പ്രധാന കാരണം റോമൻ ചക്രവർത്തിമാർ തങ്ങളുടെ അധികാരങ്ങൾ മുഴുവനും തങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന്റെ ഫലമായിട്ട് അവർ ഇമ്പീരിയൽ കൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ചക്രവർത്തി ആരാധനകൾ ഉയർത്താനായിട്ട് തങ്ങളുടെ അധികാരം, തങ്ങളുടെ ഭരണം, തങ്ങൾക്കുള്ള വിഭവങ്ങൾ തങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചക്രവർത്തി ആരാധനകൾ അവിടെയായി ഉയർത്താനായിട്ട്. അങ്ങനെ ചക്രവർത്തി ആരാധിക്കാനായിട്ട് പറ്റാത്തവർക്ക് കൊടിയ പീഡനങ്ങളാണ് ഈ റോമൻ ഭരണാധികാരികൾ ഈ മനുഷ്യരുടെ മേൽ ഉപയോഗിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിംഹാസനമോ തന്നെ ഒരിടത്ത് കൊണ്ടുവച്ചിട്ട് ആണ്ടിലൊരിക്കൽ ഈ വിശ്വാസികളെല്ലാവരും അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും വന്ന് വണങ്ങുകയും ഈ റോമൻ ഭരണാധികാരിയാണ് തങ്ങളുടെ രാജാവും, റോമൻ ഭരണാധികാരിയാണ് തങ്ങളുടെ വസ്തുക്കളുടെ ഉടമസ്ഥനെന്നും തങ്ങളുടെ ദൈവമെന്നും തങ്ങൾക്ക് പ്രത്യുൽപാദനം നൽകുന്നതെന്നും ഒക്കെ പ്രഖ്യാപിക്കണം വർഷത്തിലൊരിക്കൽ. ഇതിനെ സഹായിക്കുന്ന വിധത്തിൽ ഈ റോമൻ ഭരണകൂടം ചെയ്ത മറ്റൊരു കാര്യമാണ് അതാതിടങ്ങളിലുള്ള ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ഇതര ദേവതകളെ ആരാധിക്കുന്ന, ഉപദേവതകളെ ആരാധിക്കുന്ന വിശ്വാസികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിന്റെ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ടുള്ളത്. അങ്ങനെ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതാത് ദേശത്തുള്ള മനുഷ്യർ വിശ്വാസികളെ, ക്രൈസ്തവ വിശ്വാസികളെ ഞെരുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വിവിധ നിലകളിൽ പുറത്തുനിന്നും അകത്തുനിന്നും ഏറെ സമ്മർദ്ദം ചെലുത്തി ക്രിസ്തു വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ഭരണകൂടം വളരെയധികം വേദനയാണ് ഉളവാക്കിയത്. കൊല്ലുക മാത്രമല്ല ചെയ്തത്, അവരെയൊക്കെ പണി ഭ്രഷ്ടരാക്കിച്ചു, അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടുകഴിച്ചു. മാത്രമല്ല അവർക്കുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ കണ്ടുവെച്ചു. വസ്തുക്കളുടെ മേലും വിഭവങ്ങളുടെ മേലും കൂടുതൽ നികുതി ചുമത്തി. തങ്ങളുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് ഈ ഭരണകൂടങ്ങളിൽ എടുത്തോണ്ട് പോകാനായിട്ടുള്ളത്. അങ്ങനെ ആകമാനം വളരെ വിഷമതകൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മധ്യത്തിലാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഈ വെളിപാട് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും. ആ യെരൂശലേമിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കും. നമ്മെ ദൈവം നമ്മുടെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. ദൈവരാജ്യം എന്ന് പറയുന്ന വിലയേറിയ ഒരു അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ്. അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി ഈ ഗ്രഹത്തിലായിരിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ട് കേവലമായിട്ടുള്ള ആചാരപരമായ ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ ലോകത്തോട് തന്നെയുള്ള കടമകൾ ഉത്തരവാദിത്തപൂർവമായി നിർവഹിക്കുമ്പോഴാണ് ദൈവരാജ്യ സംസ്ഥാപനം സാധ്യമായി തീർക്കുന്നത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുതിയ യെരൂശലേം എന്ന ഈ പുതിയ നഗരത്തിന്റെ പ്രത്യേകതകൾ 3-4 പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ഈ പുതിയ യെരൂശലേമിനകത്ത് ഒരു നദിയുണ്ട് എന്നാണ് പറയുന്നത്. There will be water, living water. പുതിയ യെരൂശലേമിൽ നദിയുണ്ട്, വെള്ളമുണ്ട്. വെളിപാട് പുസ്തകത്തെ ആകമാനമുള്ള ഒരു സംവിധാനത്തിൽ മാത്രമേ ഈ വെള്ളത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. വെളിപാട് പുസ്തകം ഒരു 4-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് വായിക്കുന്ന സന്ദർഭത്തിൽ നാം കാണുന്നത് വെളിപാട് പുസ്തകത്തിലെ മൃഗം എന്ന് പറയുന്നത് റോമൻ ഭരണകൂടത്തെയാണ് കാണിക്കുന്നത്. ആ റോമൻ ഭരണകൂടം എന്ന മൃഗം ഉയർന്നു വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ?
വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെള്ളം വാസ്തവത്തിൽ ഈ വെള്ളത്തെ ദുഷിപ്പിക്കുന്ന മൃഗമുള്ള ഇടമാണ് എന്ന് അന്നത്തെ കാലത്തെ ജനത്തിന് പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ കുറിച്ച് 13-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായത്തിനകത്തൊക്കെ നമ്മൾ വായിക്കാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് മൃഗമുള്ളിടം വാസ്തവത്തിൽ ഏറെ ദുരന്തമുള്ള ഇടമാണ്. മൃഗം ഈ വെള്ളത്തെ മലീമസമാക്കുന്നതാണ്. ഈ മൃഗം വാസ്തവത്തിൽ വെള്ളത്തെ ദുഷിപ്പിക്കുന്നതാണ്. ഈ വെള്ളത്തിന്റെ അഗാധത വാസ്തവത്തിൽ നിഗൂഢമാണ്. അതിനെക്കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാത്തതാണ്. ഈ വെള്ളം വാസ്തവത്തിൽ അശുദ്ധമാക്കുന്നതാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഈ പുതിയ യെരൂശലേമിൽ അവിടെ ജീവന്റെ വെള്ളമാണ് ഒഴുകുന്നത് എന്ന് പറയുക. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ വെള്ളമാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഈ പുതിയ യെരൂശലേമിന്റെ പൗരത്വം ലഭിക്കുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ജീവന്റെ ജലനദി അത് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും എന്നാണ് ദൈവവചനം. രണ്ടാമത് ഈ വേദഭാഗത്തെ സൂചനം പറയുന്നത് അവിടെ ഒരു വൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ജീവവൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ആ ജീവവൃക്ഷം ഫലം കായ്ക്കുന്നതാണ്. ആ ജീവവൃക്ഷത്തിന്റെ ഇലകൾ വാസ്തവത്തിൽ രോഗ ഉപശാന്തിക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ജീവിച്ചിരുന്ന ദൈവജനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം അവരുടെ കൃഷികളാണ്, അവരുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. അവർക്ക് അതിന്റെ അധികാരമില്ല, അവർക്ക് അതിനൊരു അവകാശവുമില്ല. അതിനെല്ലാം നികുതി ചുമത്തി അതെല്ലാം ഭരണകൂടം തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ പുതിയ യെരൂശലേമിൽ അവർക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്താണെന്ന് അറിയാമോ? അവർ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അവർ അതിന്റെ ഫലം അനുഭവിക്കുക മാത്രമല്ല, അതിന്റെ ഓരോ ഇലയും തങ്ങളുടെ രോഗത്തിന് സൗഖ്യം വരുത്തുന്ന ഫലദായകമായിട്ടുള്ള ഒരു വൃക്ഷമാണ് എന്ന തിരിച്ചറിവ്. വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ നാം കാണുന്നത് അത് തന്നെയല്ലേ? ഏദൻ തോട്ടത്തിൽ ദൈവജനം അനുഭവിച്ച അത് തന്നെയാണ്. ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് സൗഖ്യദായകമാണ്. ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് ജീവദായകമാണ്. ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന ആദാമിനെ ഹവ്വായ്ക്കും ലഭിച്ചിരുന്നത് നിത്യമായ ജീവനായിരുന്നെങ്കിൽ, ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന ആദാമിനെ ഹവ്വായ്ക്കും സമൃദ്ധമായ സന്തോഷമായിരുന്നെങ്കിൽ, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദാമിനും ഹവ്വായ്ക്കും അതിന്റെ സന്തതികൾക്കും ഈ പുതിയ യെരൂശലേമിൽ ഈ വൃക്ഷത്തിന്റെ തണലിൽ പാർക്കുമ്പോൾ, ഈ വൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുമ്പോൾ, ഈ വൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് രോഗോപശാന്തി ലഭിക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ്, ഈ പുതിയ യെരൂശലേം നിങ്ങൾക്ക് ജീവദായകമാണ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം അതിന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. ഈ പുതിയ യെരൂശലേമിൽ ഒരു സിംഹാസനമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾക്ക് ഏറെ പ്രയാസം അനുഭവിച്ചത് സ്വർഗീയ ആരാധന നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൽ ഭരണകൂടം ഉയർത്തിയ പ്രതിമയായിരുന്നാലും ഭരണകൂടം ഉയർത്തിയതായ സിംഹാസനമായിരുന്നാലും വർഷത്തിലൊരിക്കൽ അതിന്മേൽ ധൂമ ആചരിച്ചിട്ട് പറയണം, ഈ സീസറാണ്, ഈ ഓഗസ്റ്റസ് ആണ്, ഈ കൈസറാണ് ഞങ്ങളുടെ ദൈവം എന്നാണ് പറയുന്നത്. എന്നാൽ പുതിയ യെരൂശലേമിൽ ഈ സിംഹാസനം ഇട്ടിട്ട് പറയുകയാണ്, ഈ സിംഹാസനം ആരുടേതാണ്? ഇത് കുഞ്ഞാടിന്റെ സിംഹാസനമാണ്. ഈ കുഞ്ഞാടിന്റെ സിംഹാസനത്തിനകത്ത് ദൈവജനം പുതിയ യെരൂശലേമിൽ അവനെ ആരാധിക്കുമെന്നാണ് ഈ 3-ാമത്തെ വാക്യത്തിനകത്ത് നാം വായിക്കുന്നത്. സിംഹാസനത്തിൽ അവൻ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനമാണ് എനിക്ക് നിങ്ങൾക്കും ലഭിക്കുന്നത്. 4-ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പുതിയ യെരൂശലേമിൽ ഇങ്ങനെ ഈ ജീവജനതയുള്ള, ഈ ജീവവൃക്ഷമുള്ള, ജീവന്റെ സിംഹാസനത്തിന് മുൻപാകെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് പ്രകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇരുട്ടില്ല, അവർക്ക് പ്രകാശമുണ്ട്. എങ്ങനെയാണ് അവർക്ക് പ്രകാശം ലഭിക്കുന്നത്? ആ പ്രകാശം അവരുടെ നെറ്റിമേൽ അടയാളപ്പെടുത്തുന്ന അടയാളത്തിലൂടെയാണ്. അവരെല്ലാവരും രാജാക്കന്മാരാണ് എന്നാണ് വാസ്തവത്തിൽ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ നാം വായിച്ചിട്ടുണ്ട്, നെറ്റിമേൽ മൃഗത്തിന്റെ
അക്കമില്ലാത്തവർക്കൊന്നും അന്ന് റേഷൻ കിട്ടിയിരുന്നില്ല. മൃഗത്തിന്റെ ഈ അക്കമില്ലാത്തവർക്കൊന്നും വാസ്തവത്തിൽ ഇരിപ്പിടമോ സ്ഥാനമോ സമൂഹത്തിൽ യാതൊരു ഉന്നതിയും കിട്ടിയിരുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ഈ പുതിയ യെരൂശലേമിൽ കുഞ്ഞാടിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നവർ ഇനി രാജാക്കന്മാരായി വാഴും എന്നാണ് പറയുന്നത്. അവർ പ്രകാശമുള്ളവരായി തീരുമെന്നാണ് പറയുന്നത്. അവർക്ക് ഇനി ഇരുട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ യെരൂശലേമിന്റെ പൗരത്വമുള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചോ സ്വർഗം ഭൂമിയിലേക്ക് വന്നു. എവിടെയാണ് നമ്മൾ പുതിയ യെരൂശലേമിനെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? ഈ പുതിയ യെരൂശലേമിനെ അനുഭവിക്കാൻ, ഈ പുതിയ യെരൂശലേമിന്റെ പൗരക്കാരായി തീരാൻ യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം തമ്പുരാന്റെ വലിയ പദ്ധതി മറന്നു പോയിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെക്കാളുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനവും പുതിയ യെരൂശലേമിന്റെ അവകാശികളാണ്.